നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ തുടങ്ങുന്നതാണ്. നമ്മളെ നാട്ടിൽ സുഭാഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. എന്തൊരു സീരിയസ് കാര്യം പറഞ്ഞാലും ചിരിക്കുന്ന ഒരുത്തൻ. അവനൊന്ന് പോയി കണ്ടിട്ട് വരാം. ബാ. ആ സുഭാഷേ, നീ എവിടേക്കായിരുന്നു അന്ന്? ഞാൻ എവിടെയൊക്കെ തിരക്കി. എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ +2 പഠിക്കാൻ നേരത്ത് എപ്പോഴും മിഠായി മേടിക്കാൻ പോയല്ലേ രമണി ആൻറ്റിയുടെ കടയില്ലേ? എനിക്ക് ഓർമ്മയുണ്ടോ? ആ രമണി ആൻറ്റി മരിച്ചു പോയടാ. ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് മരിച്ചു. ആര് മരിച്ചത്? രമണി. ചിരിപ്പിക്കല്ലേ, ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. പക്ഷേ ഇനിയെങ്കിലും ആ സ്വഭാവം ഒന്ന് മാറ്റാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുറേ നാൾ മുട്ടായി എന്ന ആൻറ്റിയില്ലേ മരിച്ചു പോയത്. ഇനിയെങ്കിലും ഈ സ്വഭാവം മാറ്റി. സ്കൂൾ കാലഘട്ടം മുതലേ നിൻ്റെ ഈ സ്വഭാവം ഞാൻ കണ്ടുവരുന്നതാണ്. ഇനിയെങ്കിലും മാറ്റി. കണ്ട് മടുത്ത്. ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ സ്വന്തം അച്ഛൻ മരിക്കുവാൻ നീ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുമല്ലേടാ. ആ ശിവു, നീ ആടാ ഇതായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ആയിരുന്നു. എന്തിനാണ് പരിപാടി? ആടാ, പിന്നെ വേറെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മളോട് +2 പഠിച്ച ഹരിലല്ലേ, നിനക്ക് ഓർമ്മയുണ്ടോ? അവന് പട്ടാളത്തിൽ കിട്ടി. അവൻ അടുത്ത ആഴ്ച പോകുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. നമ്മൾ രണ്ടുപേരുടെ ചെല്ലാൻ പറഞ്ഞു യാത്ര അയക്കാൻ. നീ വരുന്നുണ്ടോ അടുത്ത ആഴ്ച? അതിനെന്ത്, നമുക്ക് രണ്ടുപേർക്കും പോവാം യാത്ര അയക്കാൻ. അടുത്തവൻ വന്നു. എന്തേലും ആർക്ക് സൈന്യത്തിൽ ജോലി? ഹരില തന്നെ. ഇപ്പം ഇവിടെ ഒരു തമാശ പറഞ്ഞാൽ തിരിച്ചതേ ഉള്ളൂ. ഞാൻ അടുത്ത അയ്യോ, ഒരു മാറ്റമില്ലല്ലോടാ ഇവന്. അത് നമ്മളൊക്കെ എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഇവന് ഒരു മാറ്റവും ഇല്ല. ഇനി വല്ല ആശുപത്രിയിലെല്ലാം കൊണ്ടുവരേണ്ടി വരും. ഇതിനൊരു മരുന്നുമില്ല. എന്തൊരു ചെറുക്കണ്ടടാ, എന്തൊരു സീരിയസ് കാര്യം പറഞ്ഞാലും നിൻ്റെ ഒരു ചിരി മാറിയില്ലല്ലേ ഈ ഒരു അസുഖം ഇതിലിട്ട്. ആടാ, പിന്നെ നമ്മളുള്ള +2 മുട്ടായൊക്കെ തന്നൊരു കടയിൽ ആൻറ്റി ഇല്ലേ, രമണി ആൻറ്റി, അവർ മരിച്ചു. നീ അറിഞ്ഞാണോ അല്ലേ? ഞാൻ ഒന്ന് പോയിട്ട് വരാടാ, മരണത്തിന് പോയിട്ട് വരാം. ഇവൻ്റെ കൂടെയൊക്കെ കൂടെ നടക്കല്ലേ. ഇവ എന്തൊരു ചെറുക്കനാണ്. ഇല്ലടാ നാഗേഷ്, ഇവന് ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്തൊരു സീരിയസ് കാര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. നിനക്കറിയാലോ, +2 10ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ അസുഖമാണ്. ഇതിലൊട്ട് ഒരു മാറ്റമില്ല. ഞാൻ വിചാരിച്ചു ഇനി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മാറും. അതും ഇല്ല. ഹരീഷ് വിളിക്കുന്നതിൽ എന്ത് പറ്റി? ഹലോ, പറയടാ. എപ്പം? ഓടാ, അവൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പറയടാ. ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് പറയും? ഓടാ, അവൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പറയാം. ഓടാ, ശരി വച്ചോ. എൻ്റെ അടുത്ത് എങ്ങനെ പറയും ഞാൻ? സുഭാഷ്, എന്നിപ്പോൾ ഹരീഷ് വിളിച്ചൊരു കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛൻ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലടാ. എൻ്റെ അച്ഛൻ മരിച്ചു. സുഭാഷ്, നീ കരയണ ചിരിക്കുകയാണ്? ഒന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എൻ്റെ അസുഖം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചിരിയും വരുന്നെങ്കിൽ അതിനോടൊപ്പം കരച്ചിലും വരച്ചടാ. എനിക്ക് പിടിച്ചെടുത്താൻ പറ്റും. എൻ്റെ അച്ഛൻ പോയേ. ഗൈസ്, ഇതുപോലൊരുത്തൻ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഒന്ന് ലൈക്കും അടിക്കണം. ഞാൻ ഒന്ന് മരണ വീട്ടിൽ ഒന്ന് പോയിട്ട് വരാം.